നമ്മൾ സ്ഥിരമായിട്ട് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നുണ്ട്. ഇതിൽ പല സെറ്റിംഗ്സും നമ്മൾ മാറ്റം വരുത്തേണ്ടതുണ്ട്, പലതും ഓഫ് ചെയ്യേണ്ടതുണ്ട്, ഓൺ ചെയ്യേണ്ടതുണ്ട്, അങ്ങനെ പല സംഗതികളുണ്ട്. പല സെറ്റിംഗ്സും ഇടക്കിടക്ക് നമ്മൾ ചെക്ക് ചെയ്യണം. ഇങ്ങനെയുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മൾ നിർബന്ധമായിട്ടും മാറ്റം വരുത്തേണ്ട അല്ലെങ്കിൽ ചെക്ക് ചെയ്യേണ്ട 3 കാര്യങ്ങളാണ് ഈ വീഡിയോ. തീർച്ചയായിട്ടും സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നവർക്കൊക്കെ ഇത് ഉപകാരപ്പെടും. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക, കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക. നമുക്ക് നേരെ ഫോണിന്റെ സെറ്റിംഗ്സിലേക്ക് പോകാം. സെറ്റിംഗ്സിലേക്ക് പോയിട്ട് ആദ്യം ചെക്ക് ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിന്റെ സെറ്റിംഗ്സിൽ ഗൂഗിൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. ആ ഗൂഗിൾ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഗൂഗിൾ ഓപ്പൺ ചെയ്താൽ അവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ടാവും. അതിന്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് കാണാം ഡിവൈസ് ആൻഡ് ഷെയറിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ, അതൊന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട് മേലെ തന്നെ ഉണ്ടാവും കാസ്റ്റ് ഓപ്ഷൻസ്, അതൊന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട് ഇതാ മീഡിയ കൺട്രോൾസ് ഫോർ കാസ്റ്റ് ഡിവൈസസ് എന്നുള്ള ഈ ബട്ടൺ ഓഫിലാണെങ്കിൽ അതൊന്ന് ഓൺ ആക്കി കൊടുക്കുക. ചില ഫോണിലൊക്കെ ഇത് ഓണിൽ തന്നെ ഉണ്ടാകുക ഡിഫാൾട്ട് ആയിട്ട്, ചിലതിൽ ഓഫിലുണ്ടാകുക. ഓഫിലാണെങ്കിൽ നിർബന്ധമായിട്ട് അത് ഓൺ ആക്കി കൊടുക്കുക. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യും, അതുപോലെ പല വെബ്സൈറ്റിലും പോവും. അതുകൂടാണ്ട് നമ്മൾ പല ആൾക്കാരുടെ അടുത്തും ഫോൺ കൊടുക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ അറിയാണ്ട് നമ്മളെ ഫോൺ ആരെങ്കിലും മിറർ ചെയ്യുന്നുണ്ടെങ്കിൽ, കാസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, മറ്റൊരു ഡിവൈസിലേക്ക് നമ്മളെ സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്കൊരു നോട്ടിഫിക്കേഷൻ ആയിട്ട്, കാസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു നോട്ടിഫിക്കേഷൻ ആയിട്ട് ഇവിടെ നമുക്ക് കാണിച്ചു തരും. അപ്പം അത് നിർബന്ധമായിട്ടും ഓൺ ആക്കിയിട്ടേക്കുക. ഇനി രണ്ടാമത്തത് നമുക്ക് ഇവിടുന്ന് ബാക്ക് വരാം. ബാക്ക് വന്നിട്ട് ഫോണിന്റെ സെറ്റിംഗ്സിൽ സെക്യൂരിറ്റി എന്ന ഭാഗത്തേക്ക് പോവുക. ഇപ്പൊ പുതിയ ഫോണിലൊക്കെ ബയോമെട്രിക് ആൻഡ് സെക്യൂരിറ്റി ഉണ്ടാവും, അല്ലെങ്കിൽ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി ഉണ്ടാവും. ഈ സെക്യൂരിറ്റി ഭാഗം ഓപ്പൺ ചെയ്യാം. സെക്യൂരിറ്റി ഭാഗം ഓപ്പൺ ചെയ്തിട്ട് അതിൽ ഗൂഗിൾ പ്ലേ പ്രൊട്ടക്ട് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്, അതൊന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെയാണ് വരിക. ഈ സെറ്റിംഗ്സ് നമ്മൾ മുമ്പ് ചെയ്തിക്ക് നിർബന്ധമായിട്ട് മാറ്റം വരുത്തേണ്ട ഒരു സെറ്റിംഗ്സ് ആണ്. ഗൂഗിൾ പ്ലേ സ്റ്റോറിന്റെ സെറ്റിംഗ്സ് കൂടെ ചെയ്യാം, ഇവിടുന്ന് ചെയ്യാം. ഇതിൽ മേലെ ഒരു സെറ്റിംഗ്സ് ഐക്കൺ കാണും, അതൊന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് ഈ 2 ബട്ടൺസ്, 2 സ്വിച്ച് ഉണ്ട്, അത് രണ്ടും ഓൺ ആക്കിയിടുക. അതും നിർബന്ധമായിട്ട് നിങ്ങൾ ഓൺ ആക്കേണ്ടതാണ്. ഇതെന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ നമ്മളെ ഫോണിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ടാവും. പല ആപ്ലിക്കേഷൻസും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന നേരം ചിലപ്പം സെക്യൂർ ആയിരിക്കും, എന്നാൽ അതിന് ശേഷം മാൽവെയർ, വൈറസ്, അങ്ങനത്തെ സംഗതികളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗൂഗിൾ തന്നെ അതൊക്കെ സ്കാൻ ചെയ്ത് എന്തെങ്കിലും ഹാംഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ മാൽവെയർ ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് കാണിച്ചു തരും, നമുക്കത് റിമൂവ് ചെയ്യാം. അതിനുള്ള ഒരു ഓപ്ഷനാണ്. ഇവിടെ നമുക്ക് സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അങ്ങനെ റെഡ് മാർക്കിൽ നമുക്കത് കാണിച്ചു തരും. ഇനി അടുത്തത് മൂന്നാമത്തത് നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഫോണിന്റെ സെറ്റിംഗ്സിൽ ഗൂഗിൾ പ്ലേ പ്രൊട്ടക്ടിന്റെ അടുത്ത് തന്നെ ഉണ്ടാകുക. ചില ഫോണിൽ ലൊക്കേഷൻ വ്യത്യാസം ഉണ്ടാവും. സെക്യൂരിറ്റി അപ്ഡേറ്റ് എന്നുള്ള ഒരു ഭാഗമുണ്ട്, അത് ഓപ്പൺ ചെയ്തിട്ട് നമ്മളെ ഫോണ് അപ് ടു ഡേറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. അപ് ടു ഡേറ്റ് അല്ലെങ്കിൽ സെക്യൂരിറ്റി അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മളെ ഫോണിൽ എന്തെങ്കിലും ബഗ്സ് ഉണ്ടെങ്കിൽ, വൈറസ് അതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്തുകൊണ്ട് നമ്മളെ സിസ്റ്റം സെക്യൂരിറ്റി അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പം അതും അപ് ടു ഡേറ്റ് ആയിട്ട് വെക്കുക. അപ്പം നമ്മുടെ ഡേ ടു ഡേ മൊബൈൽ യൂസിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ 3 സംഭവങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ മാറ്റം വരുത്തുക. ഇത് നിങ്ങൾക്ക് ഉപകാരം തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ചങ്ങായിമാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ഒരു ലൈക്കും കൊടുത്തേക്ക്, പാവം നമുക്ക് ഒരു ബൂസ്റ്റും ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മെപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.